ഞാൻ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ചൈനയെ കണ്ടു. ഞാൻ അമേരിക്കയിലാണെങ്കിൽ ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ള എയർപോർട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ JFK ജോൺ എഫ് കെന്നഡി എയർപോർട്ട്, അതേപോലെ തന്നെ പിന്നെ ഈ അവിടെ തന്നെ ഉള്ള ഡാലസ് എയർപോർട്ട് തുടങ്ങി, അതുപോലെ തന്നെ ഈ മയാമി എയർപോർട്ട്, പിന്നെ സിയാറ്റിൽ, ഇവിടെയൊക്കെ ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇറങ്ങുന്ന ഉടനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാണ് നമുക്ക് ഇമിഗ്രേഷൻ ലാസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എന്നാലും അവിടെ ഇപ്പോൾ ഇല്ല ആദ്യം. കാരണം നമുക്ക് നേരെ അങ്ങ് പോയിട്ട് നമ്മൾ ഇമിഗ്രേഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതുമൊക്കെ. സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത് ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ അവിടെ. കാരണം അത് ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ബാഗേജ് മാത്രം അവർ പരിശോധിക്കും. അതെന്താ കാരണം എന്നറിയാം. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്നൊക്കെ പോകുമ്പോൾ ഏത് സ്ഥലത്തുനിന്ന് പോയാലും അമേരിക്കൻ ഏജൻസി തന്നെയാണ് നമ്മളെ ഇവിടുന്ന് നമ്മളെ ചെക്ക് ചെയ്തിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വിടുന്നത്. അതുകൊണ്ട് അവിടെ പിന്നെ ഒരു പ്രത്യേക സെക്യൂരിറ്റി ചെക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ദുബായ് വഴിയാണ് പോകുന്നെങ്കിൽ ദുബായ് എയർപോർട്ടിൽ വെച്ച് നടക്കും. അബുദാബിയിലാണെങ്കിൽ ഒന്നുകൂടെ ഇതാണ്, കാരണം ഇമിഗ്രേഷൻ പോലും അവിടുന്ന് നടക്കും. ആ രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് അബുദാബിയുടെ നമ്മൾ ആ ഫ്ലൈറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എത്തിഹാദിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു 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 പ്രയോജനമുണ്ട്. ബാക്കി നമ്മളിപ്പോൾ ഖത്തർ എയർവേസിലൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലും ദോഹയിൽ നമുക്ക് അമേരിക്ക ഏജൻസി തന്നെയാണ് ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് നടത്തുന്നത്. അത് കാരണം അവിടെ പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ആവശ്യമില്ല, നേരെ നമ്മൾ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ്. പിന്നെ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ബാക്കി ഞാൻ ഇപ്പം യൂറോപ്പിലാണെങ്കിൽ ഞാൻ മിലാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് മിലാൻ എന്ന് പറയുന്നത് ഇറ്റലിയിലാണ്. മിലാനിൽ ലാൻഡ് ചെയ്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിലാണെന്നുണ്ടെങ്കിൽ പല രണ്ട് എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും മെയിൻ എയർപോർട്ടുകൾ. പിന്നെ അതുപോലെ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. തുടങ്ങി അതേപോലെ തന്നെ മറ്റ് വേറെ അവിടുന്ന് പിന്നെ ഡെൻമാർക്കിലുമൊക്കെ പിന്നെ ഞാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞ ഒരു കാഴ്ച, ആദ്യം സെക്യൂരിറ്റി ചെക്ക് നമുക്ക് അവിടെയൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ. ഇപ്പം ഞാൻ ഇന്തോനേഷ്യ, അതുപോലെ തന്നെ അതായത് ജക്കാർത്ത തുടങ്ങിയിട്ടുള്ള വലിയ എയർപോർട്ടുകൾ എല്ലാം അത് ഈ മറ്റെല്ലാ രാജ്യങ്ങളും, ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ ചൈന ഒഴികെ ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ള എയർപോർട്ടുകളിലെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇറങ്ങിപ്പോവാം. ഇവിടെ നേരെ കാര്യം തിരിച്ചാണ്. ഇവിടെ ആദ്യം നമുക്ക് ഇമിഗ്രേഷനാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി ചെക്ക്. പിന്നെ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെ പരിശോധിക്കാൻ നിൽക്കുന്ന അത് ഈ പെൺകുട്ടികളാണ്, ചൈനീസ് പെൺകുട്ടികൾ, ചെറിയ കുട്ടികളെന്ന് ചെറുതല്ല, അവർ പ്രായപൂർത്തിയായവരായിരിക്കും. അവർ വേറെ അവരെ യൂണിഫോമിൽ തന്നെ നിൽക്കുന്നത്. എന്നാലും പെൺകുട്ടികളല്ലേ, നമുക്കൊരു വല്ലായ്മ വരും. നമ്മുടെ ശരീരം മുഴുവൻ അങ്ങ് തടവും അവർ കേട്ടോ. അപ്പോൾ എനിക്ക് അത് രസകരമായിട്ട് തോന്നുന്നു. നന്നായിട്ട് തടവുമെന്ന് പറഞ്ഞാൽ വളരെ വല്ലാതെ തോന്നും, ആ രീതിയിലുള്ളത്. അപ്പോൾ ഇപ്പം അങ്ങനെ ചൈനയിൽ പോയപ്പം എൻ്റെ കൂടെ വന്നിരുന്ന ഒരാൾ നസീർ പറഞ്ഞ് അവനെ ഈ ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എവിടെയൊക്കെ തൊട്ടെന്നൊന്നും അവന് പറയാൻ വയ്യെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞത് വളരെ രസികനാണ് പുള്ളി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്. എന്തായാലും ഈ പിള്ളേരെ കൊണ്ട് ഒന്നുകൂടെ തടവിച്ചിരുന്നെങ്കിൽ കാല് ശരിയായിരുന്നു പറഞ്ഞു. അതുപോലെ നടന്നേ, ഞാൻ വെറുതെ പറഞ്ഞല്ലത്. ആ രീതിയിലാണ് അവർ തടവുന്നത്, പരിശോധിക്കുന്നത്. അവർ ശരിയായ രീതിയിൽ പരിശോധിക്കുകയാണ്. പക്ഷെ അത് ഒരു പുരുഷനാണെങ്കിൽ നമുക്ക് വല്ലായ്മ തോന്നത്തില്ല. ഇത് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വല്ലായ്മ അതിൽ തോന്നുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അത് പറയാൻ മറന്നുപോയി ഞാൻ നേരത്തെ, അതുകൊണ്ടാണ് അതിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു തലതിരിവുള്ള കാര്യം. പക്ഷെ അത് ചിലപ്പോൾ നല്ലതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ചെക്ക്. നമുക്ക് സെക്യൂരിറ്റി ചെക്കിൽ എന്തെങ്കിലും നേരത്തെ പിടിക്കപ്പെട്ടാൽ ഇമിഗ്രേഷനിലേക്ക് പിന്നെ പോകേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെയാണ് ഇത്. നേരെ അതും കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട്
എല്ലാം ഫൈനൽ ഇതിലാണ് സെക്യൂരിറ്റി ചെക്ക്. പിന്നെ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അകത്തോട്ട് വിടും നമ്മളെ. ഒരു വല്ല കുഴപ്പവും കൈ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ സിസ്റ്റമായിരിക്കും നല്ലത്. എന്തായാലും അതൊരു പ്രത്യേകതയാണ് ഞാൻ നോട്ട് ചെയ്തത്. അത് ഈ രണ്ടിടത്ത്, ഇപ്പോൾ ഷാങ്ഹായ് എയർപോർട്ടിലായാലും ബീജിംഗ് എയർപോർട്ടിലായാലും, ബീജിംഗിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത്, ആണെങ്കിലും അവിടെ രണ്ടിടത്തും ഇങ്ങനെ നടക്കുന്ന സിസ്റ്റം തലതിരിവാണ്, നേരെ തിരിച്ചാണ് ഇടപാട്. അതിനി അവരുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ വിചാരിച്ചോണ്ടാൽ മതി. അതാ കാര്യം. മാത്രമല്ല അവിടെ ഇപ്പം ഞാൻ എന്നിട്ട് അവിടെ എനിക്ക് അവിടെ ഗൈഡ് പറഞ്ഞു തന്നത്, കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റ് വന്നായിരുന്നു ഈ അടുത്ത സമയത്ത്. ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ്, ഏതാണ്ട് ഒരു 4-5 ദിവസം മുമ്പ് വന്നിട്ട് പോയി. വലിയൊരു തണുത്ത സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്, ട്രംപിന് കിട്ടിയത്. അപ്പം ട്രംപ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചാർജർ, മൊബൈൽ ചാർജർ ഉണ്ടല്ലോ, അതുപോലും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു അവർ, ഇവിടുന്ന് എടുത്തില്ല. അതിൻ്റെ കാരണം ഇവർ വലിയ മിടുക്കന്മാരാ. ഈ ചാർജ് ചെയ്യാതാ പോലും ഇതിലുള്ള വിവരങ്ങൾ മുഴുവൻ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് ശരിവെക്കുന്ന വിധത്തിലാണ് ആ ഗൈഡും പറഞ്ഞു തന്നത്. ഗൈഡിൻ്റെ പേര് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം വേറെ 1-2 പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ ഈ ഗൈഡുമാരെടുത്ത് 2 ഗൈഡുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ രണ്ടിടത്തും. അപ്പോൾ അവരെടുത്ത് നമ്മൾ അവിടുത്തെ ആ ചൈനയിലെ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം മിണ്ടാതങ്ങിരിക്കും. അപ്പം അനങ്ങത്തില്ല, അവരൊന്നും പറയത്തില്ല. നമ്മൾ നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാലേ അവർ അതിനെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതല്ലെന്ന് പറയും. കാരണം ആ രാജ്യത്തെ കാര്യങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ലെന്നുള്ളതാണ്. അതാണ് അവിടുത്തെ നിയമം. ആർക്കും ഒരു വിവരങ്ങളും അവർ കൊടുക്കുകയല്ല. പിന്നെ അപ്പോൾ അത് വളരെ നിർബന്ധമായിട്ട് അവർ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഒന്നും വിട്ടു പറയത്തില്ല. അപ്പോൾ അതിന് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ വിശദമായൊക്കെ ഒരു കാര്യം ഞാൻ ചോദിച്ച അയാളെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ച കാര്യം ഞാൻ പറയാം. അത് ഇനിയിപ്പം അത് ബീജിങ്ങിൽ ചെന്നതിന് ശേഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും ചോദിച്ചറിയാൻ ഒക്കത്തില്ല. പിന്നെ അപ്പോൾ ഇതിൽ ഈ കൂട്ടത്തിലൊന്നേ ആർക്കാണ്ട് വലിയ അത്യാവശ്യം ഞാൻ ചിരിച്ചു പോയി കേട്ടിട്ട്. ഈ അമേരിക്കൻ നമ്മുടെ ചൈനീസ് പ്രധാനമന്ത്രിയുടെ വീട്, അതായത് പാലസ്, അത് ഒന്ന് കാണാൻ പറ്റുമോ വെളിയിൽ നിന്നെങ്കിലും. ഉടനെ ആ ഗൈഡ് പറഞ്ഞെന്തെന്നറിയോ, അയാൾക്ക് അത് അറിയില്ലെന്ന് എവിടാന്ന്. സത്യമാണ്, അയാൾ പറഞ്ഞത്, അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, അയാൾക്കറിയില്ല. അതാ കാര്യം. പിന്നെ അത് മാത്രമല്ല, ചൈനീസ് പ്രധാനമന്ത്രി നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപ്പിയർ ചെയ്യുന്നത് പൊതുവേദികളിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. വർഷത്തിൽ 1-2 തവണയും കാണാൻ എവിടെയെങ്കിലും എന്തെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ വിദേശ പരിപാടികളിൽ വളരെ ഉച്ചകോടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴല്ലാതെ, അതും വല്ലപ്പോഴും ഉള്ളൂ, അല്ലാതെ അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല.